കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടപ്സിൽ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനി ഫോർമാറ്റ് വേണം സംസാരിച്ചത്. അത് ആര് ചൂസ് ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് LLP, അത് ആർക്കാണ് ചൂസ് ചെയ്യാൻ പറ്റുക, അത് എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി, പാർട്ണർഷിപ്പ് ഫേം, ഈ വേർഡ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള വേർഡ് നമ്മൾ അത്രത്തോളം കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് 2008 മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഫോർമാറ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പും ഉണ്ട്, അതിനകത്തൊരു ലിമിറ്റഡ് ലയബിലിറ്റി ആ വേർഡും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ പഴയ പാർട്ണർഷിപ്പ് ഫേമിൽ കമ്പനീസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലാണ് ഈ LLP എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുക, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ LLP രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് 2 പേരാണ്, കമ്പനിയും പാർട്ണർഷിപ്പ് ഫേമും ഒക്കെ ചെയ്യുന്ന പോലെ 2 പേരാണ് നമുക്ക് വേണ്ടത്. LLPയിലുള്ള പോലെ, പാർട്ണർഷിപ്പ് ഫേമിലുള്ള പോലെ ഈ LLPക്കും ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ആയിരിക്കും ഉണ്ടാവുക. അത് പാർട്ണർഷിപ്പ് ആക്ട് വെച്ചിട്ടുള്ളതല്ല, LLP ആക്ട് വെച്ചിട്ടുള്ള ഒരു ഡീഡ് ആയിരിക്കും ഇതിൻ്റെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. കമ്പനിയിലേക്ക് വരുമ്പോൾ കമ്പനിയിലെ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നമ്മൾ കമ്പനിയുടെ കേസ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു, ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ, ഓണേഴ്സിന്റെ മാക്സിമം ലയബിലിറ്റി എന്തായിരിക്കും, അവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ ലോസ് ആയിരിക്കും അവരുടെ മാക്സിമം റിസ്ക്. അതിനപ്പുറത്തേക്കുള്ള ലയബിലിറ്റി ഒന്നും അവരുടെ പേഴ്സണൽ അസറ്റ്സിനെയോ അല്ലെങ്കിൽ പേഴ്സണൽ നെറ്റ്വർക്കിനെ ഒന്നും ബാധിക്കുന്നതല്ല. അതേപോലെ തന്നെ LLPയിലേക്ക് വരുമ്പോഴും LLPയിൽ എത്രയാണോ അവരുടെ കോൺട്രിബ്യൂഷൻ, അവർ എഗ്രി ചെയ്തിട്ടുള്ള കൊണ്ടുവന്നോളാം അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതായിരിക്കും അവർക്ക് മാക്സിമം ലയബിലിറ്റി ആയിട്ട് വരുന്നുള്ളൂ. അത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മാക്സിമം റെസ്പോൺസിബിലിറ്റിക്ക് വരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന ലയബിലിറ്റീസിലും ഇവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ അസറ്റ്സിലേക്കുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ കമ്പനിയുടെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഷെയർസ്, ഒരു കമ്പനി ഓണർഷിപ്പിനെ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഷെയർസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഷെയറിന്റെ പ്രൊപ്പോർഷനിലായിരിക്കും അവരുടെ ഓണർഷിപ്പ് വരിക, അവർക്ക് ഡിവിഡൻഡ് കിട്ടുക, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ LLPയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അവിടെ ഇല്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഷെയറിന് അവരോടെ തീരുമാനിക്കുന്നത്. ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതേ പ്രൊപ്പോർഷൻ ആവണമെന്നില്ല ഇവർക്ക് ഷെയർ കിട്ടുന്നത്. പ്രോഫിറ്റിലേക്കുള്ള ഒരു ഷെയർ ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ ബേസിലേ അല്ല ചെയ്യുന്നത്. ഇത് പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണോ ഇവർ ഫിക്സ് ചെയ്യുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി ഡീഡിൽ എന്താണ് ഇവർ ഫിക്സ് ചെയ്യുന്നത്, ആ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും ഇവർ ഫോളോ ചെയ്യേണ്ടി വരുന്നത്. LLPയിൽ പാർട്ട്നേഴ്സിന്റെ നമ്പറിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതായത് എത്ര പാർട്ട്നേഴ്സിന് വേണമെങ്കിലും നമുക്ക് ഒരു LLPയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു പബ്ലിക് കമ്പനിക്ക് ഇതേ ഫീച്ചർ തന്നെയാണുള്ളത്, എത്ര ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരുന്നതിനും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഒരു LLPയിലെ അൺലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്നുള്ള ഫീച്ചറും ഒരു പബ്ലിക് കമ്പനിയിലെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ള ഫീച്ചർ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ ഒന്ന് തന്നെയാണ്. അത് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം ഒരു പബ്ലിക് കമ്പനിക്ക് അതിന്റെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനും അത് പബ്ലിക്കിലേക്ക് ട്രേഡ് ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ LLPയിലേക്ക് വരുമ്പോൾ അത്ര ഒരു ലിസ്റ്റിംഗ് പ്രോസസ് അവിടെ ഇല്ല, നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1 by 1 പാർട്ട്നേഴ്സിനെ മാനുവലി ആഡ് ചെയ്യാം എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ പബ്ലിക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകുന്നതോറും ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇന്റേണലി ഉള്ള ഒരു എഗ്രിമെന്റ് ബേസിലായിരിക്കും ഇത് ആര് എന്ത് ചെയ്യണം, അല്ലെ ആർക്ക് എന്നെ അതോറിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ, LLPയുടെ ഡീഡിൽ എന്താണോ എഴുതിയിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മാനേജ്മെന്റ്, ഓതറൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കമ്പനീസ് ആക്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. അവിടെ എന്താണ്, കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യാണ്ട് നമുക്കൊരിക്കലും ഈ പറഞ്ഞ ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ കൊടുക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് LLP എന്ന് പറയുന്നത് ഇതിലൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. അത് മാത്രമല്ല ഫണ്ടിന്റെ കേസിലും ഇതേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് കമ്പനിയിലേക്കാണെങ്കിൽ ഫണ്ട് പുറത്തുനിന്ന് എടുക്കുന്നതിന്, ലോൺ ആക്കി മേടിക്കുന്നതിനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആക്ടിൽ തന്നെ പറയുന്നത്. ലീഗൽ കംപ്ലൈൻസിലേക്ക് വരുമ്പോഴും LLPയിൽ ഇത്തിരിയോടെ സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ. കമ്പനിയിലെ പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോംസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ആനുവൽ ഫോമും ഒരു ഹാഫ് ഇയർ ഫോംസും ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ഓഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇതേ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 40 ലക്ഷത്തിന് മേളിലേക്ക് ടേൺ ഓവർ പോയാലോ അല്ലെങ്കിൽ 25 lakhs മേളിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത് മാത്രമായിരിക്കും LLPക്ക് ഓഡിറ്റ് ആപ്ലിക്കബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് LLPയുടെ ഫീച്ചേഴ്സ്. ഇനി ആർക്കാണ് ഇത് യോജിക്കുക, ആരാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു മൈക്രോ സ്മോൾ സ്കെയിലുള്ള ബിസിനസ്സുകളോ, സർവീസ് സെക്ടർ ബിസിനസ്സുകളോ, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സുകളോ, ഇവർക്കൊക്കെ ആയിരിക്കും LLP എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിലൂടെ ചൂസ് ചെയ്യാൻ പറ്റുക. കാരണം
ഇവർക്കൊന്നും എക്സ്റ്റേണൽ ഫണ്ടിങ്ങിൻ്റെ ഒരുപാട് ആവശ്യം ഉണ്ടാവില്ല. ഒരു VC അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഇവരുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും പബ്ലിക് കമ്പനികൾക്ക് അൾട്ടിമേറ്റ്ലി അവരെത്തിക്കാൻ പറ്റുന്ന ഒരു IPO അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫണ്ടിങ്ങിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും LLP കൊടുക്കാൻ പറ്റില്ല. LLPക്ക് ലിസ്റ്റ് ചെയ്യാനോ പബ്ലിക് ഫണ്ടിങ്ങിനോ ഉള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് ഒരിക്കലും ഈ പറഞ്ഞ LLPs വരുന്നില്ല. കമ്പനീസ് തന്നെയായിരിക്കും അവർ കൂടുതൽ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ LLP ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്തൊരു ഷെയർ സ്ട്രക്ചറും ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പിൻവലിയുന്ന കാരണമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു മറുവശമുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ കംപ്ലയൻസ് ബേർഡൻ ഭയങ്കര കുറവാണ്, കംപ്ലയൻസ് കോസ്റ്റ് കുറവാണ്, ഇന്റേണൽ ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ഒരു എക്സ്റ്റേണൽ ഫണ്ടിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റേണൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന റിലേഷനിലുള്ള ആളുകളിൽ നിന്നോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററുടെ VC ഫണ്ടോ അങ്ങനത്തെ ഒന്നും റിക്വയർമെന്റ് നമുക്കില്ല. നമ്മുടെ ബിസിനസ്സിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പനി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് LLP എന്നുള്ള ഒരു ഫോർമാറ്റ് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരു സർവീസ് സെക്ടറോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഫാമിലി ബിസിനസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരുപാട് ആവശ്യമില്ല. നമ്മളുടെ റിലേഷനുള്ള ആളുകളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ഫണ്ടോ ഇതൊക്കെ ധാരാളമാണ് നമ്മുടെ ബിസിനസ് എക്സ്പാൻഷനും ബിസിനസിന്റെ ഗ്രോത്തിനും അതിന്റെ നിലനിൽപ്പിനെന്നുണ്ടെങ്കിൽ നമുക്ക് VCനെയോ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്റ്റേണൽ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്ക് LLP എന്നുള്ള ഫോർമാറ്റ് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജിൽ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് റിക്വയർമെന്റ്സ്, ഫണ്ട് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിനാരിയോയിൽ നമ്മൾ വേറെ ഫോർമാറ്റുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. LLP എന്നുള്ളത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. അടുത്തതായിട്ട് LLPയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. നോർമലി ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒരു 15 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി ഈ പറഞ്ഞ പോലെ LLPയുടെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണെങ്കിൽ, മിനിസ്ട്രിയിൽ നിന്ന് വരികയാണെങ്കിൽ മാത്രമായിരിക്കും അതിന് അപ്പുറത്തേക്കുള്ള ഒരു ടൈം നമ്മൾ കാണേണ്ടത്. നോർമലി 15 ഡേയ്സ് ആയിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ടൈം. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? നോർമലി പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്റെ ആധാർ, പാൻ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള നെയിമും അഡ്രസ്സും വെരിഫിക്കേഷൻ വേണ്ട ഡോക്യുമെന്റ്സ്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാൻഡേറ്ററി ആണ്. ഇനി ഇത് കൂടാണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു LLP ഡീഡ് ഡ്രാഫ്റ്റിങ്ങിലേക്ക് നമ്മളുടെ സ്പെഷ്യൽ പോയിന്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ്, ഓരോരുത്തർക്ക് സ്പെഷ്യലി നമ്മൾ അസൈൻ ചെയ്യുന്ന ഓരോ റൈറ്റ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്, ഇനി എന്തെങ്കിലും ഈവെന്റിൽ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഈവെന്റ് എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ വരുവാണ് നമ്മുടെ ബിസിനസ്സിലേക്ക്, അതെങ്ങനെയായിരിക്കും നമ്മൾ മാനേജ് ചെയ്ത് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർലി മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ LLP ഡീഡ് തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ LLP ഡീഡ് തുടക്കം തൊട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്ലോസുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും വെരിഫൈ ചെയ്യുന്നതും നിങ്ങളുടെ ഒരേ പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്തിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്സിലേക്ക് നമുക്ക് പോകാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും? നെയിം ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരിക്കും. കമ്പനിയുടെ നെയിം ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ട്രേഡ് മാർക്ക്, എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻസ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം. എക്സിസ്റ്റിംഗ് കമ്പനീസോ LLPസോ ഉണ്ടെങ്കിൽ അതേ പേരിൽ നമുക്ക് പുതിയ LLP രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള പേരുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള പേര് അപ്ലൈ ചെയ്യാം. ആ പേര് അപ്രൂവൽ കിട്ടുന്നതോടുകൂടി നമുക്ക് ബാക്കിയുള്ള ഫൈനൽ സബ്മിഷനിലേക്ക് പോകാം. ഈ പറഞ്ഞ KYC ഡോക്യുമെന്റ്സും നമ്മുടെ ഓഫീസിലെ റെന്റ് അഗ്രിമെന്റും ബാക്കി യൂട്ടിലിറ്റി ബിൽസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാം. അതൊരു 15 ഡേയ്സ് ടൈമിനുള്ളിൽ ഓൾ ടുഗദർ നെയിം സെലക്ഷൻ കൂടെ കൂട്ടിയിട്ട് ഒരു 15 ഡേയ്സ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സ് നടക്കുക. ഇനി ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അഡീഷണൽ ഡോക്യുമെന്റ്സോ MCA എന്ന് ചോദിക്കുവാണെങ്കിൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അഡീഷണൽ ടൈം കൂടെ കാണേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 15 to 20 ഡേയ്സിനുള്ളിൽ എന്തായാലും ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് LLPയുടെ പാൻ നമ്പർ, ടാൻ നമ്പർ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതായത് പാർട്ണർഷിപ്പ് ഫേമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ വൺസ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോയി പാൻ അപ്ലൈ ചെയ്യണം, ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതിന് ടാൻ അപ്ലൈ ചെയ്യണം. ആ പ്രോസസ് ഒന്നുമില്ല. ഈ രജിസ്ട്രേഷൻ കൂടെ തന്നെ നമുക്ക് പാനും ടാനും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അത് ചൂസ് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എത്ര നാളെടുക്കുന്ന രജിസ്ട്രേഷൻ, എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ബിസിനസ് ഫോർമാറ്റ് പാർട്ണർഷിപ്പ് ഫേം എന്താണെന്നുള്ള ഡിസ്കഷൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.